നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ജൂലൈ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ജൂലൈ മാസം 16-ാം തീയതി മിഥുനമാസം 32-ാം തീയതിയാണ്. പിന്നീട് കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ്. ഏതായാലും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ വാരഫലം ജൂലൈ 10-ന് നാം ചർച്ച ചെയ്യുമ്പോൾ കാലത്തുള്ള ഗ്രഹസ്ഥിതി: മേടൻ രാശിയിൽ ചന്ദ്രൻ, ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ രവി ബുധൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ശുക്രൻ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ എപ്രകാരമാണ് ഈ ഒരു വാരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചിക രാശിയിൽ ഗ്രഹങ്ങളിലെ 4-ൽ രാഹു, 5-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ സൂര്യൻ ബുധൻ, 9-ാം ഭാവത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ ശുക്രൻ കേതു. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ ഏതാനും ദിവസം കഴിഞ്ഞാൽ പുതിയ മാസം ആരംഭിക്കുകയാണ്. ധർമ്മദൈവ സങ്കേതങ്ങളിൽ വഴിപാടുകൾ ചെയ്യണം. ഭാഗ്യാധിപനായ ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. പൂർവോപാസിത ദേവകോപം അശുഭം ജായാത് അനൂജാവതം ദൗഷ്കൃത്യം സ്വ ഗുരോഹോ പിതുശ്ച നിധനം ദൈന്യം ശുഭേ ദുർബലേ. 7-ാം ഭാവാധിപൻ ദുർബലമായി നിൽക്കുകയാണെങ്കിൽ പൂർവികർ ഉപാസിച്ച് വന്നിരുന്ന ധർമ്മദൈവ സംബന്ധിയായ വിഷയങ്ങൾക്ക് ചൈതന്യഹാനി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ അവിടത്തേക്ക് വേണ്ടുന്ന വഴിപാടുകൾ പൂർവികർ എന്ത് ചെയ്തു ആ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. ഗുരുവിൻ്റെ വിയോഗങ്ങളുണ്ടാവുക, അച്ഛൻ്റെ അപ്രിയങ്ങൾ വരിക, തപസ് മുടങ്ങുക മുതലായ വിഷയങ്ങളൊക്കെ സംഭാവ്യമാകുന്ന വാരമാണിത്. ഇവിടെ വൃശ്ചിക രാശിക്കാർക്ക് അതിശക്തമായ 9-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഈ വാരം വളരെ നല്ലതാണ്. വ്യാഴം അതിശക്തമായ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. 10-ൽ ശുക്രനുമുണ്ട്. അതിനാൽ പല വിഷയത്തിലേക്കും വിവാഹകർമ്മങ്ങൾ നടക്കുവാനൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. ഇവിടെ 7-ാം ഭാവത്തിൽ ഭാവാധിപനായ വൃശ്ചിക രാശിയുടെ അധിപനായ ചൊവ്വ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. വിവാഹ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. എടുത്തുചാടി സ്ത്രീ വിഷയത്തിൽ ചെന്ന് ബുദ്ധിമുട്ടുണ്ടാകാൻ ഈ വാരം ധാരാളം സാധ്യതകളുണ്ട്. അഷ്ടമത്തിൽ സൂര്യനാണ്. ക്രിയാലംബടസ്ഥ അഷ്ടമേ കഷ്ടഭാഗി വിദേശേതാരാൻ ഭജേത് വാപ്യവസ്തു. അപ്പോൾ ദേശം വിട്ട് സ്ത്രീയെ ആഗ്രഹിക്കുക. പലപ്പോഴും വൃശ്ചിക രാശിക്കാർ ദൂരസ്ഥലങ്ങളിൽ പോകും. അച്ഛനെ ഉപേക്ഷിച്ച് ദൂരത്തേക്ക് പോകുമെന്നാണ്. അവിടെ ചില സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാവുക. അവരുടെ ചരിത്രമൊന്നും അറിയാതെ ആ സൗഹൃദം പ്രണയമായി വളർന്ന് പിന്നീട് പ്രണയം വിവാഹത്തിലെത്തുമ്പോഴായിരിക്കും പലപ്പോഴും പല കാര്യങ്ങളും മറന്നീക്കി പുറത്തു വരുന്നത്. അതിനാൽ തൻ്റെ കാലം എന്താണ്, തൻ്റെ സ്ഥിതി എന്താണ്, ആരാണ് എന്നൊക്കെ വിശദമായി അന്വേഷിച്ചിട്ട് മാത്രം പ്രണയത്തിലും അതിനുശേഷമുള്ള വിവാഹം എന്ന കലാപരിപാടിയിലും പോവുക. പലപ്പോഴും സ്നേഹബന്ധം വലിയ പാരയായിട്ട് മാറും. 7-ൽ ചൊവ്വ വരുമ്പോൾ പ്രണയത്തിലൂടെ ദുഃഖം വരുമെന്നാണ്. സ്ത്രീവർഗത പരിഭവം അതകേ പതങ്കി. 7-ൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ശനി വന്നാലും സ്ത്രീകൾ കാരണം തനിക്ക് പരിഭവം ഉണ്ടാകും. സ്ത്രീകൾ തനിക്ക് പരിഭവം ഉണ്ടാക്കും. അനാവശ്യമായ സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോയാൽ വലിയ വില നൽകേണ്ടി വരും. കർമ്മത്തിൽ ധാരാളം സ്ത്രീകൾ ജോലി ഏറ്റെടുക്കേണ്ട സമയമാണ്. ധാരാളം സ്ത്രീകളുമായി സംസർഗം ഉണ്ടാകേണ്ടുന്ന സമയമാണ്. പ്രാർത്ഥനാ വിഷയം ഒരു ബുദ്ധിമുട്ടില്ലാതെ നിർവഹിക്കുക. ശത്രുദോഷം നന്നായിട്ടുണ്ടാകും. അമ്മയുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അമ്മയെ ശുശ്രൂഷിക്കേണ്ട യോഗം വരില്ല. പലപ്പോഴും ദൂരത്തുള്ള വ്യക്തിക്ക് തൻ്റെ മാതാവിന് സുഖമില്ല എന്ന ടെലിഗ്രാം, ഫോൺ സന്ദേശമായിരിക്കും വരിക. അതിനാൽ അമ്മയുടെ ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം. വൃശ്ചിക രാശിക്കാരെ മക്കൾ അമ്മയുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഹോമമോ കഴിപ്പിച്ചാൽ ഒരു പരിധിവരെ ഈ ഒരു വാരം അവർക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്രകാരം തന്നെ ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങൾ മാറാൻ വേണ്ടി ഐക്യമത്യ മുട്ട് അല്ലെങ്കിൽ ഐക്യമത്യ അർച്ചന ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.